സദസ്സിലിരിക്കുന്ന പ്രായമുള്ളവർക്ക് അല്ലാഹു നിങ്ങൾക്കൊരു സ്ഥാനം നൽകിയിട്ടുണ്ടോ? ഈ നാട്ടുകാരായ പ്രായമുള്ള ഉപ്പയോട് പറയുകയാ, ഉമ്മയോട് പറയുകയാ, അല്ലാഹു നിങ്ങൾക്കൊരു സ്ഥാനം തന്നിട്ടുണ്ട്. നിങ്ങൾക്ക് അല്ലാഹു നിങ്ങൾക്കൊരു സ്ഥാനവും നൽകി, നിങ്ങൾക്കൊരു ജോലിയും നൽകി. ഈ രണ്ട് കാര്യങ്ങൾ ചെയ്യാതെ വന്നതുകൊണ്ട് ആ കൊച്ചുകുട്ടികൾ പോലും നിങ്ങളെ ബഹുമാനിക്കാത്തത്. പ്രായമുള്ളവരോട് പറയുകയാണ്, ഉപ്പയോടും ഉമ്മയോടും പറയുകയാണ്, പണ്ട് നിങ്ങൾക്കൊരു സ്ഥാനമുണ്ടായിരുന്നടോ, ഒരു വിലയുണ്ടായിരുന്നടോ. ഇന്ന് കൊച്ചുകുട്ടികൾ പോലും നിന്നെ മുമ്പിൽ കിടന്ന് കളിക്കുകയാ. നീ പറഞ്ഞാൽ അനുസരിക്കുന്നില്ലല്ലോ. അതിന്റെ കാരണം എന്തെന്നറിയുമോ? അല്ലാഹു നൽകിയ ഒരു സ്ഥാനം നിങ്ങൾ നശിപ്പിച്ചു കളഞ്ഞു. നിങ്ങൾ ഇരിക്കേണ്ട സ്ഥലത്ത് നിങ്ങൾ ഇരുന്നില്ല. നിങ്ങളോട് ചെയ്യാൻ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾ ചെയ്തില്ല. നിങ്ങൾ അല്ലാഹു ഏൽപ്പിച്ചിരിക്കുന്ന കാര്യം എന്തെന്നറിയുമോ? നിങ്ങളുടെ കുടുംബങ്ങളില് നിന്റെ കണ്ണിന്റെ മുമ്പിൽ ഒരു തെറ്റ് കണ്ടാ നീ തിരുത്തണേ എന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാ, നിന്റെ കണ്ണിന്റെ മുമ്പിൽ ഒരു തെറ്റ് നടക്കുന്നത് കണ്ടാൽ അത് നിന്റെ മോനാകണമെന്നില്ല, നിന്റെ കുടുംബക്കാരനാകണമെന്നില്ല, നിന്റെ പൊന്നാര മകളാകണമെന്നില്ല. നിന്റെ കണ്ണിന്റെ മുമ്പിൽ അല്ലാഹുവിന്റെ ദീനിന് നാണം കെടുത്തുന്ന വൃത്തികേടായ പാപമായ ഒരു കാര്യം നിന്റെ മുമ്പിൽ നിന്നുകൊണ്ട് കുട്ടികൾ ചെയ്യുകയാണ്. തിരുത്തു ബാപ്പാ, തിരുത്തു ബാപ്പാ, അത് തെറ്റാണെന്ന് നീ പറഞ്ഞു കൊടുക്കണേ. അത് അല്ലാഹു നിനക്ക് നൽകിയിരിക്കുന്ന ഒരു ജോലിയാണ്. നിനക്കതിനുള്ള അധികാരമുണ്ട്, നിനക്കതിനുള്ള സ്ഥാനമുണ്ട്. പഠിച്ചവനെ തെറ്റ് ചെയ്യുന്നത് കണ്ടാ നീ തിരുത്തണേ എന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോ, പാപ്പാരെ പേടിയില്ലെങ്കിലും ഉപ്പാപ്പമാരെ പേടിച്ചിരുന്ന കാലമുണ്ടായിരുന്നടോ. പ്രായമുള്ളവരുണ്ടടാ, അവര് കുറ്റം പറയുമടാ, അവർ ഉപദേശിക്കുമടാ, അവര് വഴക്ക് പറയുമടാ, എല്ലാം വരുമടാ എന്ന് പറഞ്ഞിട്ട് ഒളിച്ചും പാത്തും ചെയ്തിരുന്ന ഒരു കാലമുണ്ടായിരുന്നടോ. ഇന്നതൊക്കെ മാറിയില്ലേ, ഇന്നതൊക്കെ മാറിയില്ലേ. ഒരു കുടുംബത്തിൽ ഒരാളെങ്കിലും കാണും പ്രായമായ ഒരു നല്ല മനുഷ്യന്. ഇന്നില്ലാതെ പോയടോ. നമ്മുടെ കുടുംബങ്ങളിൽ നടക്കുന്നത് എന്താണ്? എന്തൊക്കെ വൃത്തികേടുകളാണ്, എന്തൊക്കെ മോശമായ സ്വഭാവങ്ങളാണ്. ഇന്നത്തെ വിവാഹ വേദികളൊക്കെ നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കൂ. എന്തെല്ലാം പേക്കൂത്തുകളാണ്. വളരെ മോശമായ വൃത്തികെട്ട ഈ പരിശുദ്ധമായ ദീനിനെ നാണം കെടുത്തുന്ന രീതിയിലല്ലോ ഇന്ന് ഓരോ പെൺകുട്ടികളുടെ വിവാഹം നടക്കുമ്പോൾ, നിന്റെ കുടുംബത്തിലൊരു വിവാഹം നടക്കുമ്പോ ഒന്ന് ഗാനമേളയല്ലോ. വിവാഹത്തിന്റെ തലേ ദിവസം ഗാനമേളയാണ്. പഠിച്ചവനെ പാട്ടും കൂത്തുമാണ്. ചെറുപ്പക്കാരൻ കിടന്നാടുകയാണ്, ആണും പെണ്ണും കിടന്നാടുകയാണ്. അവർക്ക് പക്വതയില്ലെന്ന് പറയാ ബാപ്പാ. 15-20 വയസ്സുള്ള മക്കള് പാട്ട് കേട്ടിട്ട് കിടന്ന് ഡാൻസ് ചെയ്താൽ ഞാനത് ഹലാലാണെന്ന് പറയുന്നില്ല. ആ മക്കൾക്ക് അറിവില്ലെന്ന് പറയാ, ആ മക്കൾക്ക് പക്വതയില്ലെന്ന് പറയാ. സുബ്ഹാനല്ലാഹ്, 40 കഴിഞ്ഞ ഉമ്മയുടെ ഡാൻസ് കാണണ്ടേ, 50 കഴിഞ്ഞ വാപ്പയും ഡാൻസ് ചെയ്യുകയാ. ഇവർക്ക് ഇനി എന്നും പക്വത വരാനാ? 15, 20, 25, 30 വയസ്സുള്ള ഒരാണോ പെണ്ണോ കല്യാണ വീട്ടിൽ കിടന്ന് കാണിച്ചാ പറയാം തമ്മീസായില്ലെന്ന്, വിവരം വെച്ചിട്ടില്ലെന്ന് പറയാം. പക്ഷേ ആ മക്കള് തെറ്റ് ചെയ്യുമ്പോ തിരുത്തേണ്ട വാപ്പായ അതിന് മുമ്പിൽ കിടന്നാടുന്നത്. അല്ലാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. പിന്നെ എങ്ങനെ വിലയുണ്ടാകും, പിന്നെ എങ്ങനെ സ്ഥാനമുണ്ടാകും?